Good morning. First of all, ഇവിടെ വന്ന എല്ലാവർക്കും വളരെ നന്ദി. താങ്ക്സ് വെരി മച്ച് ഫോർ ടേക്കിംഗ് യുവർ ടൈം. ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആക്കാനാണ് ഞങ്ങളുടെ ശ്രമം നിങ്ങൾക്ക്. ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫറെൻറ്റ്. അത് വി പ്രോമിസ് യു. കൺഗ്രാജുലേഷൻസ് ടു ഓൾ വിമൻ. ഹാപ്പി വിമൻസ് ഡേ. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് ഈ ചെറിയൊരു ഗ്രൂപ്പ് ഞങ്ങൾ ആദ്യം ചെയ്തത് നമ്മുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ എന്ന് പറയാം. തിരുവിതാംകൂറിലെ രാജകുടുംബത്തിലെ അംഗമാണ്, തമ്പുരാട്ടിയാണ്. അപ്പോൾ അവരെ ഒരു പ്രോമിനൻ്റ് വുമൺ എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ട് അവരെ ആദരിക്കുന്നത് പോലെയും അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു അനുഗ്രഹം കിട്ടുന്നത് പോലെ ആകത്തക്ക രീതിയിൽ നമ്മൾ തിരുവനന്തപുരത്തുകാർ തുടങ്ങിയ ഒരു സംരംഭമായതുകൊണ്ട് ഈ ഒരു അക്കാഡമി എന്നുള്ള രീതിയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഐശ്വര്യമായിട്ട് കൊട്ടാരത്തിൽ നിന്നൊരു സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ അവിടെ പോയിട്ട് വന്നു. അപ്പം അവിടുത്തെ ആ വുമൺ ഞങ്ങൾ വുമൻസ് ഡേ വിഷ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞത് യു ഡോണ്ട് ഹാവ് ടു സെലിബ്രേറ്റ് വുമൻസ് ഡേ എന്ന് പറഞ്ഞു. വിമൻ ആർ ഓൾറെഡി എംപവേർഡ്. നിങ്ങളെക്കാളും സ്മാർട്ടാണ് സ്ത്രീകൾ. അപ്പോൾ ഞങ്ങൾ അന്ന് കൂടെ വന്നതിൽ ഒരു വുമൺ മെമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വുമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ആണുങ്ങളായിരുന്നു. യെസ് മഹേഷ്, യുവർ റൈറ്റ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരിയാണ്, ഞങ്ങൾക്കത് വീട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം, ഞങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. അവർ കറക്റ്റായിട്ട് പറഞ്ഞു. ഷീ ടോക്ക് വെരി സെൻസിബിളി. ഒരു അരമണിക്കൂറോളം ഞങ്ങളത് സംസാരിച്ചു. ഞങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നു. എന്നിട്ട് പറഞ്ഞു വിമൻ ആർ ഓൾറെഡി എംപവേർഡ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പം ഈ ഒരു ഓഫ് റോഡോ ഒരു ജീപ്പോ ഒന്നും വേണമെന്നില്ല ഈ സ്ത്രീക്ക് ശക്തി വരാനായിട്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ ഒരു ഐഡിയയോടെ തുടങ്ങുന്നതല്ല. പക്ഷേ കേരളത്തിലെ തന്നെ ടോട്ടലി വളരെ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഇല്ലാത്ത ഒരു സ്ഥാനം ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഇവിടെ തുടങ്ങണം എന്ന് കുറേ ആളുകൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പേര് അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. വെയിലും മഴയും കൊണ്ട് ഒന്നുമില്ലാതിരുന്നൊരു വലിയൊരു മുതലാളി, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു മുതലാളിയാണ്. എന്നാൽ ഈ മുതലാളി ഇന്നിപ്പോൾ കേരളം മുഴുവൻ അറിയാൻ പോകുന്നൊരു മുതലാളിയാണ്. മുതലാളി ആദ്യം ഇങ്ങോട്ട് മുന്നോട്ട് വരും. മുതലാളി അല്ല വന്നേ പറ്റും. മുതലാളി ഈ സ്ഥലം ഞങ്ങൾ ക്ലബിന് വേണ്ടി ദാനം ചെയ്ത് ക്ലബിൻ്റെ ഒരു 14 ഏക്കർ അത് ഞങ്ങൾ 15 ഏക്കർ ആക്കും. ഇപ്പം ഉഴുതുമറിച്ച് അങ്ങനെ ദാനം ചെയ്ത് നമ്മൾ തുടങ്ങിയതാണ്. അത് തന്നെ ഒരു വലിയ താങ്ക് യു വെരി മച്ച്. തോട്ടുംപുറം ട്രാക്സ് എന്ന് പേരിട്ട് നമ്മളങ്ങനെ തുടങ്ങുന്നു. ഇതില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ ഡ്രീമിൽ നിന്ന് തുടങ്ങിയൊരു കാര്യമാണത്. 4x4 ഡേയ്സ് ഇത് വെച്ചിരിക്കുന്നതാണ്. 4x4 ഡേയ്സ്. അപ്പോൾ തുടക്കത്തിൽ നിന്ന് വല്ല ചെറിയ പടികളായിട്ട് തുടങ്ങുന്ന നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു. തെറ്റാതിരിക്കാനായിട്ട്, കാലിടറി വീഴാതിരിക്കാനായിട്ട് ചെറിയ പടവുകൾ വെച്ച് വളരെ കോൺക്രീറ്റ് സ്റ്റെപ്സ് വെച്ച് പതുക്കെ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. ഞങ്ങളൊരു ജനറൽ ബോഡി രൂപീകരിച്ചു, ഒരു ക്ലബ്ബായിട്ട് രൂപീകരിച്ചു. രജിസ്റ്റർ ചെയ്യാനുള്ള ഫൈനൽ പ്രോസസ്സസാണ്. ഒരു ക്ലബിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ഗവേണിംഗ് ബോഡിയെ തീരുമാനിച്ചു. അതിൻ്റെ സെക്രട്ടറി മുന്നോട്ട് വരിക മിസ്റ്റർ രാജു, സെക്രട്ടറി. പ്രസിഡന്റ് ഇന്നലെ വലിയൊരു ആക്ടിവിറ്റിയുടെ ഇടയിലാണ്. പുള്ളി കുറച്ച് ക്ഷീണമായതുകൊണ്ടാണ്. ആറ്റുകാൽ പൊങ്കാലയും അനുബന്ധിച്ച് ഒരു ആക്ടിവിറ്റി. പുള്ളി ഇപ്പോൾ വരും. ആനന്ദ് വിജയൻ. വൈസ് പ്രസിഡന്റ് മിസ്റ്റർ മഹേഷ്. സെക്രട്ടറി അജു. ജോയിൻറ്റ് സെക്രട്ടറി ഷാൻ ദന്നാനി. ട്രഷറർ, ലോകത്ത് ഏത് ക്ലബ്ബ് തുടങ്ങി കഴിഞ്ഞാലും ഒരു ട്രഷറെ കാണുള്ളൂ എന്നാണ് കേരളത്തിൽ എല്ലാവരും പറയുന്നത്. അതാണ് മിസ്റ്റർ ലാൽ. പിന്നെ ഏറ്റവും 2 ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസ് ഈ ട്രാക്കിനെ ഇങ്ങനെ ആക്കിയത് ഇവർ രണ്ടുപേരുടെയും ലീഡർഷിപ്പാണ്. അത് പറയാതിരിക്കാൻ ഹാർഡ് വർക്കാണ്. മിസ്റ്റർ സൂരജ് ആസ് ദ റോഡ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പുതിയൊരു ഡിസിപ്ലിൻ, ഒരു ഡെസിഗ്നേഷൻ തന്നെ നമ്മൾ ഉണ്ടാക്കി. അതിൻ്റെ അർത്ഥം അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിന്ന് കാണും. പിന്നെ മിസ്റ്റർ ശരത് ആസ് എ ട്രാക്ക് ക്യാപ്റ്റൻ. ഇവർ രണ്ടുപേരും രാവിലെ ഈ പാവം മനുഷ്യൻ ഈ മുതലാളിയെ ഉറങ്ങാൻ സമ്മതിക്കാതെ രാവിലെ ആകുമ്പോൾ ഇവിടെ വരും. 8 മണിയാകുമ്പോൾ ഇവിടെ വന്ന് വരുന്നേ ഉള്ളൂ. 8 മണിയാകുമ്പോൾ ഇവിടെ വന്ന് മെയിൻ ആളെ വരുന്നേ ഉള്ളൂ. 8 മണിക്ക് ഇവിടെ വന്നിട്ട് ഉഴുതുമടിക്കാൻ തുടങ്ങും. ഇവിടെയുള്ള വന്യജീവികളും മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനെയൊക്കെ ശല്യപ്പെടുത്തി അങ്ങനെ തുടങ്ങിയതാണ് ഇവർ രണ്ടുപേരും. വെരി ഗ്രേറ്റ് തിങ്സ് ഡൺ. ആൻഡ് ഇതിൻ്റെയൊക്കെ പുറകെ അപ്പോൾ ഇതാണ് ഒരു ഗവേണിംഗ് ബോഡി, ഒരു ചെറിയ കൂട്ടായ്മയാണ്. ഇതിൻ്റെ പുറകിലൊരു ഭീകര ഒരു ശക്തിയുമായിട്ടും ഒരു ഗൈഡൻസും കൊണ്ട് നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചത് ചെറിയ ഒരു മനുഷ്യനുണ്ട്. അതാണ് മിസ്റ്റർ ഹിമേഷ്. മുന്നോട്ട് വരും. ഇയാൾ കേരളം അറിയപ്പെടുന്ന ഒരു കോമ്പറ്റീഷൻ ഡ്രൈവറാണ്, ഒരു കോമ്പറ്റീഷൻ മാസ്റ്ററാണ്. ഇതുപോലുള്ള തീപ്പെട്ടി പോലുള്ള വണ്ടികളിൽ റോക്കറ്റ് പോലുള്ള പെർഫോമൻസ് കൊണ്ട് നടക്കുന്ന ഒരു ചെറിയ മനുഷ്യനാണ്. സൈസ് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇയാളാണ് ഞങ്ങളുടെയൊക്കെ ഗുരു. ഇവിടെ പലരും ഇപ്പോൾ വലിയ സ്മാർട്ടായിട്ടൊക്കെ വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോയി. ആ ധൈര്യം വന്നത് ഇദ്ദേഹത്തിൻ്റെതാണ്. ഹിമേഷിൻ്റെ കൂടെ പിന്നെ ഇതുപോലെ പരിവാരങ്ങൾ. അടുത്ത മമ്മൂട്ടി സിനിമ, മോഹൻലാൽ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുള്ളത്. പുള്ളിയുടെ ക്യാമറ കണ്ണുകളിൽ കൂടെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ
കൂടെ നിന്ന് നമ്മളെ സഹായിക്കാനുള്ള ഒരു ചെറിയ കൂട്ടായ്മ. പിന്നെ ദുബായിൽ നിന്ന് വന്ന് സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു അവതാരം മിസ്റ്റർ കൃഷ്ണകുമാർ സാധിക്കുന്നു. ആൻഡ് ഈ ഗ്രൂപ്പിൻ്റെ ഇങ്ങനൊരു ഗ്രൂപ്പ് തുടങ്ങണമെന്ന ഐഡിയ ഉദ്ഭവിച്ചത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് തുടങ്ങിയത് ഈസ് ഫ്രം മിസ്റ്റർ നിഷാന്ത്, നൺ അതർ ദാൻ മിസ്റ്റർ നിഷാന്ത്. ആദ്യമായിട്ട് വണ്ടിയെ നമ്മുടെ നെടുന്നു പറയാം വണ്ടിയുടെ ചെരുപ്പ് മറ്റേ ഈ നമ്മൾ കച്ച കെട്ടി ഇറങ്ങി വണ്ടിയുടെ ബെൽറ്റും പാൻറ്റും ഒക്കെ എടുത്ത് മാറ്റി ഷോർട്സ് വണ്ടിക്ക് എടുത്തിട്ട് ആ ഒരു 2715 എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. ആ പാവം വണ്ടിയെ നശിപ്പിച്ച് ഇവിടെ കൊണ്ട് ഇറക്കി നശിപ്പിച്ച് തുടങ്ങിയത് നിഷാന്താണ്. അദ്ദേഹത്തിൻ്റെ ഡ്രീമാണത്. അങ്ങനെ തുടങ്ങിയതാണ് 4x4 ഡേയ്സ്. അതിൻ്റെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലാണ് ഇന്ന് നമ്മളൊരു അക്കാഡമി തുടങ്ങുകയാണ്. ഈ അക്കാഡമി ലേഡീസിനും 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആർക്ക് വേണോ ഈ ഓഫ് റോഡ് എന്നുള്ള ആ ഒരു ലിവർ, ഒരു 4 വീൽ ഡ്രൈവിൻ്റെ ലിവർ പ്രവർത്തിപ്പിച്ചിട്ട് വണ്ടി ഓടിക്കാൻ അതൊരു സ്പെഷ്യൽ സ്കില്ലാണ്. അത് പേടിപ്പെടുത്തുന്ന കാര്യമല്ല. വെളിയിൽ നിന്ന് അങ്ങനെ തോന്നുമെങ്കിലും സിമ്പിളായിട്ട് ഓടിച്ച് ഒരു പടം വരയ്ക്കുന്നത് പോലെ, ഒരു കവിത രചിക്കുന്നത് പോലെ, ഒരു ഗാനം എഴുതുന്നത് പോലെയോ ഒരു അഭിനയിക്കുന്നത് പോലെയോ തന്നെ രസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കലയാണ് ഈ 4 വീൽ ഡ്രൈവ്. അത് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ കേരളത്തിൽ ആദ്യമായിട്ട് പ്രൊഫഷണലായിട്ട് രൂപീകരിച്ച ഒരു ക്ലബ്ബ് ആയി വരട്ടെ ഈ 4x4 ഡേയ്സ് ക്ലബ്ബ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതിൻ്റെ ആദ്യത്തെ ഉദ്യമം നമ്മൾ തമ്പുരാട്ടിക്ക് ഇത് കൊടുത്തു. അതിന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഗ്രൂപ്പിലിടും. ഇത് ഒരു ഓഫ് റോഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു ഒറ്റ ഗ്ലിംസിൽ നിങ്ങൾക്ക് ആർക്കും വേണം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിനകത്ത് എന്താണ് ഞങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇത് ഫ്രീ ആണ്. ഫ്യൂച്ചറിൽ നമുക്ക് പല ആളുകൾക്കും ഇവിടെ വന്നിട്ട് ഒരു അക്കാഡമി ആയിട്ട് വന്നിട്ട് പൈസ മുഴുവൻ നമ്മൾ തോട്ടുംപുറം സാറിന് കൊടുക്കും. ഇവിടെ ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്, തമാശയ്ക്ക് പറഞ്ഞാൽ. എന്നാലും അങ്ങനെ ഉള്ള ഒരു ഉദ്യമമാണ്. ഇത് വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഇതും വിമൻസ് ഡേയുമായിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമുണ്ട്. ഒരു ജീപ്പ് ഓടിക്കാൻ ചിലർക്ക് വിമൻ വളരെ പവർഫുൾ ആയിട്ടുള്ള എംപവേർഡ് ആയിട്ടുള്ള വിമനും ചിലപ്പോൾ ഒരു മടി കാണും. ജീപ്പല്ലേ, അതൊരു മാൻസ് തിങ്, അതൊരു ബുദ്ധിമുട്ടല്ലേ, ഈ 4 വീൽ ഗിയറൊക്കെ ഇട്ട് പോകുന്നത് എളുപ്പം ആയിരിക്കുമോ എന്നൊരു ചിന്ത കാണും. ആ ചിന്ത മാറ്റാൻ വേണ്ടി ഇന്നത്തേക്കാൾ നല്ലൊരു ദിവസം ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് വിമൻസ് ഡേക്ക് തന്നെ ഞങ്ങളിത് തുടങ്ങുന്നത്. ട്രാക്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇതാണ് 4x4 ഡേയ്സിൻ്റെ അക്കാഡമിയുടെ ആദ്യത്തെ ഒരു ട്രാക്ക് ആക്ടിവിറ്റിയാണ് ഇന്ന്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും വയസ്സന്മാരും പ്രായം കുറഞ്ഞവരും എല്ലാവരും നിരന്നിട്ടുണ്ട്. ഇതിലെല്ലാവർക്കും ചാൻസ് ഉണ്ട്. 2-3 തരത്തിലുള്ള ട്രാക്കുകളാണുള്ളത്. ഇവിടെ നമ്മുടെ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബിഗിനേഴ്സ് ട്രാക്ക്, അത് കഴിഞ്ഞ് 2 കോമ്പറ്റീഷൻ ട്രാക്കുകളുണ്ട്. അതിന്ന് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ഈ ബിഗിനേഴ്സ് ട്രാക്കിൽ ഓരോരുത്തർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ 3 ട്രാക്ക് ഒരു 3 ആഴ്ച കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അതിന് ബിഗ് ക്രെഡിറ്റ് ഗോസ് ടു ദി പീപ്പിൾ ബിഹൈൻഡ് ദ ട്രാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ. സോ ഞാൻ ഈ ക്ലബ്ബിൽ കയറും. ഈ ക്ലബ്ബിൽ പൊതുവേ ഞാൻ ക്ലബ്ബിലില്ല. ക്ലബ്ബിൽ കയറുമ്പോൾ ജസ്റ്റ് ഇവിടെ ഉള്ളൊരു മെമ്പറുടെ വൈഫായിട്ടാണ് കയറിയത്. ഞാൻ ഓഫ് റോഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉള്ള ഉദ്ദേശത്തിലല്ല കയറിയത്. അപ്പം എൻ്റെ കോച്ച് ഇപ്പോൾ സംസാരിച്ച നിഷാന്ത് ചേട്ടനാണ് എനിക്ക് ഓഫ് റോഡിങ് പറ്റും എന്നോട് പറഞ്ഞത്. എന്നിട്ട് പുഷ് ചെയ്താണ് ആദ്യമായിട്ട് നമ്മൾ ബിഗിനേഴ്സ് ട്രാക്കിൽ കയറിയത്. അത് പുള്ളിക്കാരൻ പറഞ്ഞു തരുന്ന രീതി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി. എന്നിരുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പം അടുത്ത ട്രാക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കുന്നു. ബട്ട് നോ, he made it look so simple. He told it in such an easy way that it looked like I am just driving through normal roads. So what I want to tell you guys is കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നമുക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നുന്നതായിരിക്കും. Try to do it and it's just going to be super easy for you guys. So give it a try. The first step you already did. നിങ്ങൾ വന്നു, അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യൂ. അപ്പോൾ I'm sure you will like it. Right? It's not only a men's sport. It's everybody's sport. So yeah, that's what. Have a nice day.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രാക്ക് കോമ്പറ്റീഷൻ ട്രാക്കിൻ്റെ ഫസ്റ്റ് വിസിറ്ററിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നത്. നമ്മുടെ കോമ്പറ്റീഷൻ ട്രാക്ക് ഹെഡ് നിഷാന്ത് രാജൻ, he has taken the initiative. Jacob, his mother and his mother's friend Uma and Annie. Anila, Jacob is only 18 years old. He's got the license, but driver's license കിട്ടി കഴിഞ്ഞു. ഇവർ ആദ്യം ട്രാക്കിൽ സൈഡിലിരുന്നിട്ട് നിഷാന്ത് ട്രാക്ക് ഡ്രൈവ് ചെയ്തു 2 ട്രാക്ക് അവർ പഠിച്ച് കണ്ടു കഴിഞ്ഞു. ആൻഡ് ഹി ഗോട്ട് ഇൻട്രസ്റ്റഡ്, ഹി ഡെവലപ്ഡ് ദ കോൺഫിഡൻസ്, ആൻഡ് നൗ ഹിസ് മദർ ഇസ് സിറ്റിംഗ് ബിഹൈൻഡ്, ഉമ ഇസ് സിറ്റിംഗ് ബിഹൈൻഡ്, track captain, lead captain is sitting on the side, and Jacob is trying his hands on the wheel. He is driving. So this is what he can achieve in 4x4 days Motoring and Adventures Club Track Academy at Thotumkal Track. This is what we want you to try. An 18-year-old young man is driving on a decent track, on a competition track. He is attempting it. That's the confidence he got after this first trial. Okay, it was quite fun. He took me around the track first, and I learned the basics of it. And I got tried it. It was a little hard at first, but then I gained the confidence to continue motoring. Yeah, if that's the word for it. നമ്മുടെ ഇൻവിറ്റേഷൻ കിട്ടി. ഉമയുടെ ഫ്രണ്ട്സാണ് ഇവർ വന്നിരിക്കുകയാണ്. ഇവരൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണ് അല്ലേ? ഓൾ ഓഫ് യു ഡ്രൈവ്. സോ ഹാപ്പി വിമൻസ് ഡേ ടു ദം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ 4x4 ഒരു അക്കാഡമിയാണ് നമ്മുടെ ഐഡിയ. യു ക്യാൻ ഫസ്റ്റ് സിറ്റ് അലോങ് വിത്ത് ദ ഡ്രൈവർ. ഈ 3 ഡിഫറെൻറ്റ് ട്രാക്സ് ഉണ്ട്. ഒരു സിമ്പിൾ ട്രാക്ക് അല്ലാതെ 2 ടഫ് ട്രാക്സ്. അതിനകത്ത് ഇരുന്ന് നിങ്ങൾക്കത് നോക്കാം എങ്ങനെയാണ് ഈ ട്രാക്സിൽ മാനുവർ ചെയ്യുന്നത്. ഒരുപാട് പിറ്റ്സ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്, അത് കാണാം. കേരളത്തിൽ ഇങ്ങനെ ഒരു ട്രാക്ക് അങ്ങനെ ഇല്ല. ഫാമിലി റൺ ചെയ്യുന്ന ചെറിയ ബിസിനസ്സസ് ഉണ്ട്. പക്ഷേ ദിസ് ഇസ് എ ഒഫീഷ്യൽ ട്രാക്ക്, ഒരു കോമ്പറ്റീഷൻ ലെവൽ ട്രാക്സ് ആണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ വണ്ടികളുണ്ട്, അതിനകത്തിരുന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ഫസ്റ്റ് ടൈം ഞങ്ങളുടെ കൗടിയാറ് പോയിട്ട് സുദീപായി തമ്പുരാട്ടിയുടെ കയ്യിൽ ബ്ലെസ്സിങ്സ് കിട്ടി. അവിടുന്ന് ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്താണ്. താങ്ക് യു. യു ഷുഡ് ജോയിൻ. താങ്ക്സ് ഫോർ കമ്മിങ്. ഹാപ്പി വിമൻസ് ഡേ വൺസ് അഗൈൻ. Thank you. യങ് മാൻ. Mr. Gopakumar, Head of Sales, CBC, and his team here, the GM of Sales and GM Service, Manoj Kumar behind from CBC, experts, Mahindra വണ്ടി ആനന്ദ് മഹീന്ദ്രയാണ് ഉണ്ടാക്കിയ ടീമാണ് ഉണ്ടാക്കിയില്ലെങ്കിൽ അതിനേക്കാളും നല്ലവണ്ണം മഹീന്ദ്രയെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നമുക്കൊന്നും തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് എസ്. ഞങ്ങളുടെ 4x4 ഡേയ്സിൻ്റെ അക്കാഡമിയിൽ ഫസ്റ്റ് ഡേ ഇന്ന് ട്രയൽ ചെയ്യുകയാണ്. വുമൻസ് ഡേ ആയിട്ട് ലേഡീസ് ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ ട്രൈയിങ് എ ട്രയൽ. അപ്പോൾ നമ്മുടെ വണ്ടി ഉപയോഗിച്ച് അവർ ആ ഫസ്റ്റ് ഒരു ട്രാക്കിലൊന്ന് ട്രൈ ചെയ്യുകയാണ്. സോ ദേ ആർ ജസ്റ്റ് ട്രൈങ് ടു ഗെറ്റ് ദ ഫീഡ്ബാക്ക്. വൈ ഡോണ്ട് യു ഹാവ് എ വേർഡ്, Mr. Gopakumar? It was really awesome that you have done this track very beautifully. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ആർട്ടിക്കുലേഷനൊക്കെ നല്ല രീതിയിലുണ്ട്. നല്ല ട്രഞ്ച് മാതിരിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് റിയലി ഗുഡ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യുവർ എഫേർട്ട് in inviting the entire Mahindra Thar users, and as well as thank you for inviting us for this function. Thank you very much. It was a unique experience actually for me, because it was a first kind of experience for me actually, and it was very I felt like it is very adventurous, and it was fun also actually. And my son, he also tried it actually, and I felt so good, and I wish the club the very best for his future endeavors.
ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. നല്ല അനുഭവമാണ്. കാരണം വെച്ചാൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമുക്ക് എല്ലാം ആവശ്യമുള്ള ഗൈഡൊക്കെ തരുന്നുണ്ട്. പക്ഷേ ട്രാക്കൊക്കെ അടിപൊളിയാണ്, നല്ലപോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് വണ്ടി ട്രാക്കിൽ ഇറക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു 4x4 എക്സ്പീരിയൻസ്, കയറാൻ പറ്റത്തൊരു ട്രാക്ക് കയറി വരുന്നതെല്ലാം ആ ഒരു മനസ്സിനാണ് അതിൻ്റെ ഒരു ആ ഫീല്. അതിന് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് നല്ലായിരുന്നു. ഞാൻ അവിടെ ഇവിടെ നമ്മളിങ്ങനെയാണ് പോയത്. അപ്പം ഫസ്റ്റ് പോയപ്പോൾ 2 കുഴി ഇങ്ങനെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കയറി വരുമെന്ന്. പക്ഷെ കയറി വലിയൊരു വണ്ടി ഇങ്ങനെ ചരിയുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു ദൈവമേ വീണോന്നില്ല, വിചാരിച്ചില്ല. നല്ല രസമുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് പോകാൻ പറ്റി. എക്സ്പീരിയൻസ് എന്തായിരുന്നു നിങ്ങൾക്ക്? ഒരു കിട്ടിയ ഫീൽ എന്തായിരുന്നു എന്നുള്ളത്? നമ്മൾ ലോങ് ഡ്രൈവ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. നമ്മളിവിടെ നിന്ന് മുംബൈ അങ്ങനെയുള്ള മഹാരാഷ്ട്ര, പൂനെ അങ്ങനെയൊക്കെയാണ് പിടിച്ചുകൊണ്ടിരുന്നത്, ട്രിവാൻഡ്രം വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഒരു 4x4 ഇത് വന്ന് നമ്മളത്രയും ഓരോ കർവും എടുത്ത് പിറ്റും അതായാലും പിന്നെ ചേട്ടൻ്റെ വണ്ടി അത്രയും നല്ല വണ്ടി ആയതുകൊണ്ട് പുള്ളി എന്ന കോൺഫിഡൻസും വെച്ചാണ്. പക്ഷെ ആദ്യമായിട്ട് ചെയ്യണം എന്നുള്ള തോന്നലേ വന്നില്ല. അടിപൊളിയായിട്ട് കാരണം എല്ലാവരും ഗൈഡ് ചെയ്തു, ഓരോ റൗണ്ടിലും എല്ലാവരും ഗൈഡ് ചെയ്തു. ഫ്രണ്ട്ലിയുമാണ് ഈ മെമ്പേഴ്സ് എല്ലാവരും. ഭയങ്കര രസമുണ്ടായിരുന്നു. ശരത്തേട്ടൻ വഴിയാണ് ആക്ച്വലി ഞാൻ ഇന്ന് വന്നത്. പിന്നെ പുള്ളിയും ലീവ് ആയതുകൊണ്ട് പുള്ളിയും ജോയിൻ ചെയ്തു. 2 പേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. 2 പേരും വണ്ടി ഓടിച്ചു. വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഇനിയും ചാൻസ് കിട്ടട്ടെ. ഇത് കണ്ടിട്ട് ഞാൻ പുതിയ 4x4 വണ്ടി എടുക്കാം എന്നുള്ള ഒരു ആലോചന